അസ്സലാമലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ എരിവുള്ള നല്ല നാടൻ ഒരു മിക്സ്ചറാണ്. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല രുചിയിൽ തന്നെ നമുക്ക് മിക്സ്ചർ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. വളരെ എളുപ്പമാണ് നമുക്ക് വീട്ടിൽ മിക്സ്ചർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സേവ് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അരിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അളവ് കപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്താൽ മതി. ബാക്കി ചേരുവകളും ആ ഒരു ഗ്ലാസ്സിനനുസരിച്ച് കറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. ഇത് വറുത്ത അരിപ്പൊടിയാണ്. സാധാരണ നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി. അത് 1 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് 2 കപ്പ് അളവിലെ കടലമാവാണ്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് കടലമാവും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു കളറിനും എരിവിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു 1.25 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നല്ല എരിവുള്ള സാധാ മുളക് പൊടി ഒരു 1/4 ടീസ്പൂണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെയാണ്. പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല പോലെ തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചിട്ടെടുക്കണം. കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ചവെള്ളം തന്നെ എടുത്താൽ മതി. അപ്പോൾ കുഴച്ചെടുത്തതിന് ശേഷം ഞാൻ പറയാം കേട്ടോ എത്ര വെള്ളം ആവശ്യമായി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിൽ തന്നെ നമ്മളൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇതുപോലെ നമ്മൾ അത്യാവശ്യം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തൊന്ന് കുഴക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ തന്നെ നമുക്കിത് കിട്ടും. പിന്നെ ഏത് ഓയിലാണ് നമ്മൾ വറുക്കാൻ വേണ്ടി എടുക്കുന്നത് ആ ഓയിൽ തന്നെ വേണം ഇതിലേക്കും ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല പോലെ തന്നെ നല്ല മയത്തിൽ ഞാൻ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളമാണ് എടുത്തത്. 1 കപ്പിൽ എനിക്കൊരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ മിച്ചം വന്നിട്ടുള്ളൂ. ഈ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളെടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂൺ കൂടിയിട്ടോ കുറഞ്ഞെന്നൊക്കെ വരും. അത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചിട്ടെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു സേവനാഴിയിൽ ഈ ഒരു വലിപ്പമുള്ള ചില്ലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് തീരെ ചെറിയതായിട്ടുള്ള ചില്ലാണ്. അപ്പോൾ അതിലും കുറച്ചും കൂടി വലിപ്പമായിട്ടുള്ള ഈ ഒരു ചില്ല് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലും കുറച്ചും കൂടി വലിപ്പമുള്ളൊരു ചില്ലുണ്ടല്ലോ അതാണെങ്കിലും മതി കേട്ടോ. കുറച്ചും കൂടി വലിപ്പത്തിലുള്ള സേവ ആയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സേവനാഴിയിൽ നല്ല പോലെ തന്നെ നമുക്ക് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇടിയപ്പത്തിനൊക്കെ പീച്ചുന്ന പോലെ തന്നെ കുറച്ച് മാവിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്തിട്ട് ഇതിപ്പോൾ കണ്ടില്ല നല്ല പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. ഒട്ടും തന്നെ ബലമൊന്നും കൊടുക്കണ്ട കേട്ടോ. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. മാവ് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ കുഴച്ചിട്ടെടുത്താൽ. ഇനി അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മുങ്ങിക്കിടക്കാനുള്ള ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഓയിൽ അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കുമ്പോൾ വേണം നമ്മളിത് പിഴിഞ്ഞിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ പിഴിഞ്ഞിട്ട് കൊടുക്കുമ്പോഴത്തേക്കും തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് പിഴിഞ്ഞതിന് ശേഷം ഒരു സൈഡ് നല്ലപോലെ ഒന്ന് ക്രിസ്പിയായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ ബാക്കി മുഴുവൻ മാവും ഇതുപോലെ പിഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരുപാടങ്ങ് കളറൊന്നും മാറിപ്പോവരുത്. പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് നല്ല ക്രിസ്പിയായി കിട്ടും. അപ്പോൾ സേവ് റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബൂന്തിക്കുള്ള മാവ് റെഡിയാക്കിയിട്ട് എടുക്കാം. ഈ ഒരു പാത്രത്തിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിതിലേക്ക് വറുത്ത അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ പൊടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ നല്ല എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല പോലെ തന്നെ ഇതുപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ആക്കി എടുക്കുന്ന ആ ഒരു കട്ടിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. വെള്ളം ഒരുപാട് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നോക്കുക. ആ ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ഒരു പരുവത്തിനാക്കിയിട്ട് എടുത്താൽ മതി. വെള്ളം കൂടി പോയാൽ നമുക്ക് ബൂന്തി റെഡിയായി കിട്ടത്തില്ല, ക്രിസ്പി ആവത്തില്ല, പിന്നെ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ ബൂന്തിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്.
ബൂന്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഹോളുള്ള ഒരു അരിപ്പ പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോളുള്ള അരിപ്പത്തവി എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഓരോ തവി മാവ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുടഞ്ഞു കൊടുക്കാം. ഓയിൽ അത്യാവശ്യം നല്ല ചൂടായിട്ട് കിടക്കണം, എങ്കിലേ നമുക്കിത് പൊങ്ങി കിട്ടത്തുള്ളൂ. അത്യാവശ്യം നല്ലപോലെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ കളറൊന്നും ഒരുപാടങ്ങ് മാറിപ്പോവാതെ നല്ലപോലെ തന്നെ ഇതുപോലൊന്ന് ക്രിസ്പിയായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരെണ്ണം എടുത്തിട്ട് നോക്കുക കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ടോ എന്ന്. എന്നിട്ട് മാത്രം എണ്ണയ്ക്കകത്തുനിന്ന് എടുക്കുക. അപ്പോൾ ബൂന്തി എല്ലാം തന്നെ റെഡിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പൊട്ടുകടലയും നിലക്കടലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഒരു താല്പര്യത്തിനനുസരിച്ച് അളവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പൊട്ടുകടലയും 5 ടേബിൾ സ്പൂൺ നിലക്കടലയും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 5ഓളം വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ചേറെ തന്നെ ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കറിവേപ്പില ഇവിടെ നല്ലപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. ഇത് എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു പൊട്ടുകടലയുടെ കളറൊന്നും മാറിപ്പോവരുത്. കളറൊന്നും മാറിപ്പോവാതെ തന്നെ ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിങ്ങൾക്ക് കോരി മാറ്റിയേക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നിലക്കടലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിലക്കടല ഇവിടെ നല്ലപോലെ തന്നെ ഞാനൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. അപ്പോൾ നീളത്തിലുള്ള നമ്മുടെ ഒരു സേവ് എല്ലാം തന്നെ നമുക്കിനി കൈവച്ചിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഈ ഒരു വലുപ്പത്തിന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കറിവേപ്പിലയും നിലക്കടലയും പൊട്ടുകടലയും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ കാണിച്ച ഒരു 5ഓളം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താണ്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ബൂന്തിയും കൂടി ഇട്ട് കൊടുക്കാം. വലിയൊരു പരന്ന പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറോ ഇതുപോലൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു മിക്സർ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഒരു എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനൊരു കറക്റ്റ് അളവ് പറയുന്നില്ല. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയല്ല കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെ നമ്മുടെ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് കായപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വരുമ്പോഴത്തേക്ക് ഉപ്പിൻ്റെ ഒരു കുറവ് കാണും. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല എരിവുള്ള നല്ല രുചിയുള്ള നാടൻ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സേവും ബൂന്തി റെഡിയാക്കി എടുക്കുന്ന ഒരു സമയം മാത്രമേ ആവുന്നുള്ളൂ. എളുപ്പമാണ് നമുക്ക് മിക്സർ വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല എരിവുള്ള അടിപൊളി മിക്സറാണ്. അപ്പോൾ മിക്സർ ഇതുവരെ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.